ഗൈസ്, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സിറ്റ് ഔട്ടിൽ വന്നിട്ടേ നോക്കുകയാണ് ശ്രീയേട്ടൻ വരുന്നുണ്ടോയെന്നാണ് നോക്കുന്നത്. കുറേ സമയമായിട്ടോ ഞാൻ നോക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ സമയം 12:30 ആയി, പക്ഷേ പുള്ളിക്കാരൻ വരുന്നില്ല. ശ്രീയേട്ടൻ വീട് പണി നടക്കുന്നിടത്തേക്ക് പോയതാണ്. അപ്പം ഞാനിങ്ങനെ ശ്രീയേട്ടൻ വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്തിനാണെന്നറിയോ? ഇന്ന് ഒരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാനുണ്ട്. ഞങ്ങൾക്ക് ഇടിച്ചക്ക ഇല്ല, ആങ്ങളയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കുന്നത് ഇന്ന് ശ്രീധരേട്ടനാണ്. അപ്പോൾ പോയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ വന്നിട്ട് ഉണ്ടാക്കിയാൽ മതി എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ്റെ ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണണ്ടേ? നിങ്ങളെ ഞാനത് കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഉടനെ അതിൻ്റെ പണി തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്കും കാണാം ശ്രീധരേട്ടൻ എങ്ങനെയാണ് ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കുന്നതെന്ന്. എനിക്കിങ്ങനെ വെറുതെ കൈയും കെട്ടി നിന്നാൽ മതിയോ? അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏട്ടൻ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാവരെയും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചക്ക മുറിക്കുന്നതിന് മുന്നേ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ പേപ്പറൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ വിളഞ്ഞൊന്നും കൗണ്ടർ ടോപ്പിലാവില്ലല്ലോ. ചെറിയ ചക്കയാണ് കേട്ടോ. ഇടിച്ചക്കപ്രായം കറക്റ്റാണ്. മൂപ്പ് കൂടിപ്പോയാൽ വെന്ത് കുഴയും. തോരന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. തോരനിൽ ചക്കക്കുരുവും ചോളയൊക്കെ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ കറക്റ്റ് പ്രായമാണ്. വിളഞ്ഞുണ്ട് കേട്ടോ. പേപ്പർ കഷ്ണം ചുരുട്ടിയിട്ട് ഇങ്ങനെ ഒപ്പിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇനി ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കുകയാണ്. ഇങ്ങനെ മുറിച്ചാൽ പുറമേയുള്ള മുള്ള് കളയാനും കൂഞ്ഞ കളയാനും ഒക്കെ എളുപ്പമായിരിക്കുമല്ലോ. ഞങ്ങൾ 3 പേർക്ക് ഇത്രയും ചക്ക വേണ്ട കേട്ടോ. ഈ ഒരു ചക്ക മുഴുവനായിട്ടും വേണ്ട. ഇപ്പോൾ ഈ പണിയൊക്കെ തീർത്തിട്ട് കഷ്ണം കൂടി വേവിച്ച് വെച്ചാൽ നമുക്ക് പകുതി ഇപ്പം ഇന്നെടുക്കാം, പകുതി നാളെ എടുക്കാമല്ലോ. ഇനി കഷ്ണങ്ങളുടെ 2 സൈഡിലും ഇങ്ങനെ വിളഞ്ഞിട്ടുണ്ടായിരിക്കും. അതും പേപ്പർ കൊണ്ട് ഇങ്ങനെ ഒപ്പി എടുക്കുകയാണ്. ഇടിച്ചക്ക കിട്ടിയാലേ ഞങ്ങളിവിടെ തോരൻ തന്നെയാണ് ഉണ്ടാക്കാറ് പതിവ്. പിന്നെ ഇത് ചെറുതായി അരിഞ്ഞിട്ട് മെഴുക്കുപുരട്ടിയോ തോരനോ അങ്ങനെ എന്തോ ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അതൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമില്ല കേട്ടോ. ഇങ്ങനെ കഷ്ണങ്ങളാക്കി വേവിച്ച് ചതച്ചെടുക്കുന്ന രീതി തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളത്. അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. ഇനി ഇതിൻ്റെ പുറത്തുള്ള മുള്ളൊക്കെ ഒന്ന് കളയണമല്ലോ. അപ്പം എങ്ങനെയാണ് കളയുന്നത് നോക്കാം. അപ്പോഴേക്കും കത്തിയിൽ വിളഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളഞ്ഞ് കളയാണ്. വിളഞ്ഞ് കളയാനുള്ള സൂത്രമൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. ഇങ്ങനെ ഫ്ലെയിമിൽ കാണിച്ചിട്ട് പേപ്പറിൽ നന്നായിട്ട് അമർത്തി തുടച്ചാൽ മതി. ചക്കയുടെ കൂഞ്ഞയും കരുളും ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ കളയുന്നത്. ഇതെല്ലാം ശ്രീയേട്ടൻ്റെ ഒരു രീതിയാണ്. കരുള് എന്നല്ല ഈ പച്ച കളറുള്ള മുള്ളും ആ തൊലിയും എല്ലാം ഉള്ള ഭാഗത്തിന് പറയുന്നത്. നടുക്കുള്ളത് കൂഞ്ഞ അല്ലേ? അങ്ങനെയാണ് ഞങ്ങളും പറയാറ്. ഇങ്ങനെ ചെറു പ്രായത്തിലുള്ള ചക്കയ്ക്ക് ഇടിച്ചക്ക എന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയോ? അപ്പോൾ ശ്രീയേട്ടൻ്റെ പണി ഇവിടെ ഇങ്ങനെ പുരോഗമിക്കട്ടെ. എനിക്ക് ചെറിയൊരു പണിയുണ്ട്. ഞാൻ ചോറിനുള്ള അരി തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വേവ് അധികമുള്ള അരിയാണ്. ഇങ്ങനെ വേവുള്ള അരിയൊക്കെ ആകുമ്പോഴേ തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ പുറത്തെടുത്തിട്ട് ഒന്നുകൂടി തിളപ്പിക്കുക. ഒരു 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം വീണ്ടും ഇറക്കി വെച്ചാൽ ആ അരി നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. കഷ്ണം വെട്ടലൊക്കെ ഇവിടെ തീരാറായി. കഷ്ണങ്ങൾ കഴുകി സ്റ്റൗവിൽ വെച്ചോ എന്നും പറഞ്ഞിട്ട് ചേട്ടൻ ഈ വേസ്റ്റൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചതേ എനിക്കിങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇവിടെ നിന്നാൽ മതി, മുഴുവൻ പണിയും ചേട്ടൻ ചെയ്യുന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇപ്പം കഴുകിയിട്ട് സ്റ്റൗവിൽ വെക്കേണ്ട ജോലി എനിക്കാണ് എന്നാണ് തോന്നുന്നത്. ഇപ്പം എൻ്റെ ഒരു കയ്യിലാണെങ്കിൽ ഫോണാണ്. അപ്പോൾ ഒറ്റ കൈ കൊണ്ട് കഴുകിയിട്ട് അങ്ങ് ശരിയാവുന്നില്ല. എന്തായാലും ഇത് ചട്ടിയിലിട്ടിട്ട് സ്റ്റൗവിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കൈയും ഉപയോഗിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഫോൺ ഇവിടെ താഴെ വെച്ചിട്ട് ഇനി ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വെക്കട്ടെ. ചക്ക ചട്ടിയിലാക്കി വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് വേവട്ടെ. ഇതിപ്പോൾ ഈ അരിയുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും ഒന്നും ചക്കയിലേക്കല്ല കേട്ടോ, ഒരു ഓംലെറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അരിയുന്നതാണ്. അപ്പം ചക്ക കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി ഇതിനെ ഇടിക്കുക എന്നുള്ളതാണ്. ചേട്ടൻ ഇടിക്കുന്ന രീതി കണ്ടില്ലേ? എൻ്റെ അമ്മയൊക്കെ പറയുന്നേ പണ്ട് കുറേ ചക്കയൊക്കെ ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് ഉരലിൽ ഇട്ടിട്ട് ഇടിക്കുകയായിരുന്നു എന്ന്. അതുകൊണ്ടാണോ ഇതിനിങ്ങനെ ഇടിച്ചക്ക എന്ന് പേര് വന്നത് എന്നറിയില്ല കേട്ടോ. എനിക്കൊരു സംശയം അങ്ങനെ. അപ്പോൾ ഇത് വേറൊരു രീതിയിലുള്ള ഇടിക്കലാണ്.
ഞാൻ ഇടിക്കുന്നത് ഇങ്ങനെയല്ല കേട്ടോ. ഞാൻ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ഈ സാധനം ഇല്ലേ, ഇതുകൊണ്ടാണ് ഇടിക്കുന്നത്. ഇത് പ്ലേറ്റിൽ അമർത്തുന്നത് ഇതുകൊണ്ടാണ് എന്ന് മാത്രം. പ്ലേറ്റിൽ തന്നെയാണ് വെക്കുന്നത്. എന്തായാലും ഈ ഒരു രീതിയിലും ചക്ക നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്. ഇതാണ് ശ്രീധരേട്ടൻ്റെ ഇടിമുട്ടി. കറിപ്പാത്രമാണ്, ലഞ്ച് ബോക്സിലെ കറിപ്പാത്രമാണ്. ഇനിയിപ്പോൾ വറവിടുകയാണ്. കടുക് ആദ്യം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിമണി ചേർക്കും കേട്ടോ. പിന്നെ ഉണക്കമുളക്, കറിവേപ്പില, ഇത്രയും ഞങ്ങൾ ഇടാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് തേങ്ങ ചിരകിയത് അതേപോലെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാനുണ്ടാക്കുന്ന സമയത്ത് തേങ്ങയിൽ ഒരു ചെറിയ ഉള്ളിയും പച്ചമുളകും കൂട്ടിയിട്ട് ഒന്ന് ചതയ്ക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്നും ചതക്കില്ല, ഒന്ന് ഒതുക്കിയെടുക്കുക, എന്നിട്ടാണ് ചേർക്കാറ്. ഇപ്പോൾ തേങ്ങ നേരെ ചെറിയ തേങ്ങ അങ്ങ് ചേർത്തിരിക്കുകയാണ്. എന്തായാലും ഈ ഇടിച്ചക്ക തോരനിൽ തേങ്ങ ഉണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. തേങ്ങ ഇല്ലാതെ ഇത് ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അങ്ങനെ ശ്രീയേട്ടൻ്റെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് കാണിച്ചു തരാം. ഇത് പഴുക്കാറായ പപ്പായ കൊണ്ടുണ്ടാക്കിയ ഒരു മെഴുക്ക് പുരട്ടിയാണ്. പഴുത്ത പപ്പായ അല്ല കേട്ടോ, ഞങ്ങൾ ചെനച്ചത് എന്ന് പറയും. ഉള്ളിലൊക്കെ ചുവന്ന കളറ് വന്ന് ഒരു ഇളം മധുരവും വന്നിട്ടുണ്ടാവും. പിന്നെ ഇതാ പപ്പടം, ഓംലെറ്റ്, പിന്നെ ഈ കുത്തരിച്ചോറിലേക്ക് മോര് കറി, പിന്നെ ഇടിച്ചക്ക അവിടെ ഉണ്ട്. ഇത് ഒടിച്ചു കുത്തി നാരങ്ങ അച്ചാറാണ്, പിന്നെ മാങ്ങ അച്ചാറ്, കൂടെ ഒരു കൊണ്ടാട്ടം മുളക്, തൈര് മുളക് എന്നൊക്കെ പറയില്ലേ, അതും ഉണ്ട്. ഇത്രയൊക്കെ പോരെ ലഞ്ച് സൂപ്പറാവാൻ. ഇനി ഞങ്ങൾ ലഞ്ച് കഴിക്കട്ടെ. എന്നാൽ പിന്നെ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, ബൈ.